നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള മിഥുൻ മോഹൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം വരുന്ന ആളുകൾ ആ ഒരു വാർത്ത അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. ബിക്കോസ് അധികം ചാനലുകളിലൊന്നും ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് കണ്ടില്ല. അതെന്താന്നുള്ളത് അറിയില്ല. എന്താ റിപ്പോർട്ട് ചെയ്യാത്തത്? താല്പര്യമില്ലേ? ഇവിടെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പെൺകുട്ടികളെ കൊലപ്പെടുത്തുന്ന സമയത്ത് അത് വാർത്തയാവുന്നുണ്ട്. നല്ല കാര്യം, അത് വാർത്തയാവണം. ഓഫ് കോഴ്സ് അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഈ ആൺപിള്ളേർ മരണപ്പെടുന്നതും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നതായിക്കോട്ടെ, ആത്മഹത്യ ചെയ്യുന്നതായിക്കോട്ടെ, അതിനും ഒരു തുല്യമായ പ്രാധാന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ആ ഒരു വിഷയത്തിലേക്ക് കിടക്കാം. ആ ഒരു ചാനലിലാണ് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്നുള്ളതൊന്ന് കേട്ടു നോക്കാം. ധനുവച്ചാപുരം VTM കോളേജ് വിദ്യാർത്ഥി മിഥു മോഹന്റെ മരണത്തിൽ യുവതിക്കെതിരെ പരാതിയുമായി സുഹൃത്തുക്കളും വീട്ടുകാരും. 23-കാരനായ മിഥു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ചത്. ആർച്ചറിയിലും ദേശീയ തലത്തിൽ കഴിവ് തെളിയിച്ച യുവാവിനെ വിവാഹ വാഗ്ദാനം നൽകി യുവതി പറ്റിച്ചെന്നും 3 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നും ആരോപിക്കുന്നു. യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പും മറ്റ് തെളിവുകളും ചേർത്ത് ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പണത്തിന് പുറമെ മാല, ലാപ്ടോപ്പ്, ഐഫോൺ എന്നിവയും വാങ്ങി നൽകിയിരുന്നതായി ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു. പരാതി എങ്ങനെയായിരുന്നു? കായിക താരമായ മിഥു കഴിഞ്ഞ 5 വർഷമായി നെയ്യാറ്റിൻകര സ്വദേശിനിയുമായി പ്രണയത്തിലായിരുന്നു. ഇരു വീട്ടുകാരുടെയും സമ്മതത്തിൽ വിവാഹ നിശ്ചയം വരെ നടന്നു. പെൺകുട്ടി മിഥു മോഹനെ ഒഴിവാക്കി തുടങ്ങി. ഇതിൽ മനംനൊന്ത് മാനസികമായി തളർന്ന അവസ്ഥയായതോടെ മിഥു മോഹന്റെ മാതാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ചു. എന്നാൽ പെൺകുട്ടി വഴങ്ങിയില്ല എന്നും തുടർന്ന് മിഥു മോഹനെ വിളിച്ച് നിനക്ക് ചത്തൂടെ എന്ന് ചോദിച്ചതായും ബന്ധുക്കൾ പറയുന്നു. പെൺകുട്ടിയുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാം വാങ്ങി നൽകിയതും മിഥുവാണെന്ന് ബന്ധുക്കൾ പറയുന്നു. അതേസമയം നീതി ആവശ്യപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട്. യുവാവിനെ ആത്മഹത്യക്ക് തള്ളിവിട്ടതിൽ യുവതിക്കും അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. 2-ാം തീയതി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപും മിഥു അവരുമായി സംസാരിച്ചിരുന്നു. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളും കുറിപ്പുകളും വീട്ടുകാർ പോലീസിന് നൽകിയിരുന്നു. നന്നായി. തെളിവില്ലാത്ത പ്രശ്നങ്ങളോ പരിപാടികളോ ഒന്നുമില്ല. അവരുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള തെളിവുകളും ഉണ്ട് എന്ന് തന്നെയാണല്ലോ ഈ വാർത്തയിലൂടെ പറയുന്നത്. എന്തായാലും അത് പോലീസിൽ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ വളരെ ന്യായമായിട്ടുള്ള തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആത്മഹത്യ എന്ന് പറയുന്നൊരു സംഭവത്തിനെ ഞാൻ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യാനോ എൻകറേജ് ചെയ്യാനോ താല്പര്യപ്പെടുന്നില്ല. ആരും ആത്മഹത്യ ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. വല്ലാത്തൊരു അവസ്ഥയിലൂടെ ചിന്തിച്ചു കൂട്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കാമെന്നൊരു തീരുമാനം എടുത്തിട്ട് ചെയ്തു പോകുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു കാര്യം, ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ഫെയിലിയറോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനത്തിലെടുത്തിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ കഴിഞ്ഞു, അതോടുകൂടി അവസാനിച്ചു. അത് സത്യമാണ്. അതിലൂടെ ഒരു സമാധാനം കിട്ടുമെന്നാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ പ്രായമാണെന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിലും മുമ്പോട്ട് പോകുന്ന ദിവസങ്ങൾക്കനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഈ ഡിപ്രഷനായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നൊരു കാര്യവും മാറും, ഭാവിയിൽ മാറും, വരും ദിവസങ്ങളിലൊക്കെ മാറും. ആ മാറുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് പുതിയൊരു ലൈഫാണ്. ആ പുതിയ ലൈഫിൽ നിന്ന് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടും കൂടിയും ചിന്തിച്ചിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. എനിക്കിപ്പോൾ ഈ പയ്യൻ്റെ വാർത്ത കേട്ടിട്ട് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആണ് തോന്നുന്നത്. കാരണം നല്ല ഭാവിയുള്ളൊരു പയ്യനായിരുന്നു, കഴിവുള്ളൊരു പയ്യനായിരുന്നു. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ പേരും പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് വിഷമമാണ്. ഞാൻ ഒരിക്കലും ആ പയ്യനെ കുറ്റപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുറ്റപ്പെടുത്തുന്നതല്ലടോ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പം ഞാൻ 12 കൊല്ലം പ്രേമിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. 12 ഇയേഴ്സ്. എൻ്റെ കേസിൽ പല കാരണം കൊണ്ടും ബ്രേക്കപ്പായി. ഞാൻ ആരും ബ്ലെയിം ചെയ്യുന്നില്ല. എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെയും ബ്ലെയിം ചെയ്യുന്നില്ല, എന്നെ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ബ്രേക്കപ്പായി. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ
വേറെ ലെവലിലേക്കൊക്കെ പോയി എൻ്റെ മാനസികാവസ്ഥ. ഞാൻ സൈലൻ്റായി, ഞാൻ മാറിയിരിക്കാൻ തുടങ്ങി, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി, കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. ഇങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അത് ആ സമയത്ത്. പക്ഷേ അന്നൊന്നും ഈ ആത്മഹത്യയെക്കുറിച്ചിട്ടൊന്നും നമ്മൾ ചിന്തിച്ചിട്ടൊന്നുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു മോട്ടിവേഷനായിട്ട് പറയുകയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. എനിക്ക് സാധാരണ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട്, എൻ്റെ കാര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പരമാവധി ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ചിന്തിച്ചത്, എനിക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നിയിട്ടില്ല, ടു ബി എ ഫ്രാങ്ക്. എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? എൻ്റെ ഉപബോധ മനസ്സിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്, ലൈക്ക് കുറച്ച് നാളത്തേക്ക് ഈ ബുദ്ധിമുട്ടുകളും പരിപാടികളൊക്കെ ഉണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അത് തരണം ചെയ്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനായിരിക്കും ഏറ്റവും വലിയ ലക്കിയസ്റ്റ് ആയിട്ടൊരു പേഴ്സൺ എന്നുള്ളൊരു സംഭവം എൻ്റെ ഉള്ളിനുള്ള എവിടെയോ കടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ എൻ്റെ ആ ഒരു ടൈം പീരീഡ് കവർ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നെ ഒരുപാട് നാൾ ആ ഒരു വിഷമം വേട്ടയാടി. പക്ഷേ അതിൻ്റെ ആ ഒരു വിഷമം ഒരുപാട് നാളുകൾക്ക് ശേഷം മാറിയപ്പോൾ എൻ്റെ ലൈഫേ മൊത്തമായിട്ട് മാറി. എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വന്നു, എൻ്റെ ലൈഫിൽ വേറെ ഒരുപാട് സന്തോഷങ്ങളുണ്ടായി. ഞാൻ വേറൊരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലായി. ഞാൻ ആ കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നു. ഐ എം ഹാപ്പി. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ആ ഒരു സങ്കടത്തിൻ്റെ പേരിൽ, അന്നത്തെ ആ ഒരു മാനസിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ലൈഫ് അവസാനിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നെക്കുറിച്ചിട്ടും അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കോണ്ടൻ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എൻ്റെ ഈവൻ ചാനലാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആ സമയത്ത് ചാനലില്ല. എൻ്റെ ബ്രേക്കപ്പും പരിപാടികളൊക്കെ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചാനലൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ സമയത്ത് ചാനലില്ല. ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ലൈഫ് വേറൊരു രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള സ്കില്ല് നല്ല രീതിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ബ്രേക്കപ്പിനൊക്കെ ശേഷം എന്തോ റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോസും പരിപാടികളൊക്കെ യൂട്യൂബിൻ്റെ അകത്തേക്ക് ചെയ്തു തുടങ്ങി. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് 50,000 സബ്സ്ക്രൈബറായി, പിന്നെ അതിപ്പോൾ 1 ലക്ഷമായി. കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്നെ അറിയാവുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു അവസരങ്ങൾ ഇപ്പോൾ കിട്ടുന്നു. അതാ ഞാൻ പറഞ്ഞു, ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ പബ്ലിക്കിലേക്ക് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ചെറിയ ലെവലാണോ വലിയ ലെവലാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കൺസിഡർ ചെയ്യുന്നത് വലിയ ലെവലായിട്ട് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഐ എം ഡൂയിങ് സംതിങ് റൈറ്റ് നൗ. ലോട്ട്സ് ഓഫ് ചേഞ്ചസ് ഹാപ്പൻസ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ബ്രേക്കപ്പ് ഓൾസോ ആളുകളുടെ ലൈഫ് മാറുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ. ഇപ്പം ഞാൻ എന്താണ്, എൻ്റെ 12 കൊല്ലത്തെ പ്രേമമായിട്ട് നടക്കുന്ന സമയത്ത്, 12 years പ്രേമമായിട്ട് നടന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞ പ്രേമിച്ചങ്ങ് അലക്കുമായിരുന്നു. ഭയങ്കര സ്നേഹക്കുറവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഡീപ്പായിട്ടുള്ള പ്രേമം തന്നെയായിരുന്നു, തലയിൽ തട്ടിയ പ്രേമം തന്നെയായിരുന്നു, ഹൃദയത്തിൽ തട്ടിയ പ്രേമം തന്നെയായിരുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര കടുത്ത പ്രേമമായിരുന്നു. പക്ഷെ ഒരൊറ്റയടിക്ക് പല കാരണങ്ങളുടെ പേരിലും ബ്രേക്കപ്പ് ഹാപ്പൻ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ അത് എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അതൊന്ന് തരണം ചെയ്ത് വരാം. അത് വരാൻ വേണ്ടി പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. ഇനി മിഥുന്മാരുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ബ്രേക്കപ്പിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യല്ലേ, ആത്മഹത്യ ചെയ്യരുത്. സേ നോ ടു ആത്മഹത്യ. സീരിയസ്ലി ഐ എം സേയിങ് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ആ സമയത്തേക്കുള്ള ഒരു മീൻസ് ആ ആത്മഹത്യ ചെയ്ത് അപ്പം തന്നെ അങ്ങ് പോകും എന്നുള്ള കാര്യമൊക്കെ ഓക്കെയാണ്. പക്ഷേ അതിനുശേഷം ലൈഫ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പ്രേമം എന്ന് പറയുന്നത് അസ്ഥയ്ക്ക് പിടിച്ചാൽ വലിയ പ്രശ്നമാണ്. പിന്നെ ഈ ഒരു കേസിൻ്റെ അകത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ചീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പ്രേമിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും. അല്ലാണ്ട് ഈ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ ഊറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ആരും പ്രേമിക്കരുത്. ചിലപ്പോൾ ഈ മുതലെടുക്കാൻ വേണ്ടിയിട്ടും ടൈം പാസിനും വേണ്ടിയിട്ടും പ്രേമിക്കുന്ന ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, അവർക്ക് വലിയ മാനസിക സമ്മർദ്ദമോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങളതിനെ വിശ്വസിച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന മെയിൽ ഓർ ഫീമെയിൽ അവർ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന സമയത്തുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിൽ അവരുടെ ലൈഫ് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർ ജീവൻ അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വേറൊരാളുടെ ജീവൻ പോകാൻ കാരണക്കാരാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് കുറച്ച് ഹ്യൂമാനിറ്റി കാണിക്കൂ, കുറച്ച് എമ്പത്തറ്റിക്കായിട്ട് ചിന്തിക്കൂ.
മനുഷ്യന്മാരല്ലേ, എന്തിനാണ് മൃഗങ്ങളെ പോലെ ചിന്തിക്കുന്നത്? ഞാനിത് ജനറലായിട്ട് പറഞ്ഞു, ഞാൻ ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ നിന്നിട്ട് പറയാണ്, ഇത് പ്യുവർ കേസ് ഓഫ് ചീറ്റിംഗ് തന്നെയല്ലേ. ഇതിൻ്റെ അകത്ത് വേറെ എന്താ പറയാനുള്ളത്? പക്ക ചീറ്റിംഗ് അല്ലേ ഇത്. 5 കൊല്ലം പ്രേമിച്ച് എന്താണ് പറയുക, വിവാഹ നിശ്ചയം എങ്ങാണ്ടൊക്കെ കുടുംബക്കാർ തമ്മിൽ സംസാരിച്ചിട്ടും ഓക്കെ ആയതിനു ശേഷം അവസാനം മെല്ലെ മെല്ലെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, അല്ലെങ്കിൽ എന്താണ് പോയി ചത്തൂടെ എന്നുള്ള രീതിയിലുള്ള വർത്തമാനമൊക്കെ പറയാന്ന് പറയുമ്പോൾ എന്ത് ചെറ്റ വർത്തമാനമാണ് പറയുന്നത്? ചത്തൂടെ എന്നൊക്കെയുള്ള രീതിയിൽ പറയാന്ന് പറയുമ്പോൾ കുറച്ച് ലേശം ഉളുപ്പം നാണമൊക്കെ ഉണ്ടോ? അവൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൈപ്പറ്റുകയും ചെയ്തിട്ട് അതുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപകരിച്ച് വാങ്ങി നക്കിയിട്ട് അതിനുശേഷം കടന്നിട്ട് അങ്ങ് ചത്തൂടെ എന്നോ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. വാട്ട് ദ എഫ് മാൻ. ഞാൻ ആ കേസിനെ കുറിച്ച് അധികം സംസാരിക്കാതെ ഈ ആത്മഹത്യയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കാരണം, ഇനി ഭാവിയിലും ഇതുപോലെയുള്ള ആത്മഹത്യകൾ ഉണ്ടാവും. ഞാൻ പല വീഡിയോസ് ചെയ്യുന്ന സമയത്തും പറയുന്നൊരു കാര്യമാണ്, ഇത് ഇന്നലെ കൊണ്ട് തീരുന്ന ഒരു പരിപാടിയൊന്നുമല്ല, ഇന്നോ നാളെ കൊണ്ട് തീരുന്ന പരിപാടിയൊന്നുമല്ല. നാളെയും ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ കേൾക്കും. അത് പുരുഷന്മാരുടെ ആത്മഹത്യയും ഇതേ കാരണം കൊണ്ട് കേൾക്കും, അതേപോലെ എന്താണ് പറയുക, സ്ത്രീകളുടെ ആത്മഹത്യ ഇതുപോലെ കേൾക്കും. അപ്പോൾ ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ആ ഒരു സാഹചര്യത്തെ തരണം ചെയ്തതിന് ശേഷമുള്ള ഒരു ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു റിയാലിറ്റി ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്നതിൻ്റെ കാരണം, ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഫെയിലിയറിൽ കിടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഹോപ്പ് മനസ്സിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, തലച്ചോറിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ ഈ നല്ല കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന സമയത്ത് വീഡിയോ അധികം ആളുകളിലേക്ക് എത്തത്തില്ലല്ലോ. നേരെ മറിച്ച് വല്ല ഗോസിപ്പോ അല്ലെങ്കിൽ വല്ല എന്താണ് പറയുക, അവരിങ്ങനെ പറഞ്ഞു മറ്റവരിങ്ങനെ പറഞ്ഞു, ആരെങ്കിലും കുറ്റം പറയുന്ന സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിച്ചു കുത്തി കയറും. അത് കയറിയിട്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാൻ പിന്നെ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കോണ്ടന്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരത്തിലുള്ള കോണ്ടന്റ് കൂടുതലും ചെയ്യുന്നത്, വ്യൂവർഷിപ്പ് വരുന്ന വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് പ്യുവർലി 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ കൊണ്ട് പറയാൻ വേണ്ടി പറ്റിയിട്ട് ആർക്കെങ്കിലും ഒരു ലൈഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ്, സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോസ് അധികം ആളുകളിലേക്ക് എത്തിയിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാനാണ് താല്പര്യം. ആളുകൾക്ക് ഗുണമുണ്ടായിട്ട്, ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് ഒരു എന്താണ് പറയുക, ഗുണം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാനാണ് എനിക്ക് താല്പര്യം. മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, സന്തോഷം. പക്ഷെ അതുകൊണ്ട് നമുക്ക് മാനസികമായിട്ടൊരു സാറ്റിസ്ഫാക്ഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ യൂട്യൂബും ഈ സംസാരവും പരിപാടികളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് മുമ്പോട്ട് പോകണമെന്ന് മാത്രം. അപ്പം ഇത്രയ്ക്കൊക്കെ എന്താ പറയുക പറയാനുള്ളൂ. മുമ്പ് ബൈജു രാജു എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, നിങ്ങൾക്കറിയോ? ന്യൂസിലാൻഡിലുള്ളൊരു ചങ്ങാതി, മലയാളിയാ, ബൈജു രാജു. മൂപ്പര് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ യൂട്യൂബിൻ്റെ അകത്തോ അല്ല ഫേസ്ബുക്കിൻ്റെ അകത്ത് വീഡിയോ ചെയ്ത് വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. പുള്ളി ഭയങ്കര കരഞ്ഞ്, പുള്ളിയുടെ കുട്ടീനെയൊക്കെ അവരുടെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ എടുത്തിട്ട് പോവുക എന്തൊക്കെയൊക്കെയോ ചെയ്തു. ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഈ ബൈജു രാജു എന്ന് പറയുന്ന ഒരാളെ പറ്റിച്ച്, അല്ലെങ്കിൽ ബൈജു രാജു എന്ന് പറയുന്ന ഒരാളെ അവരുടെ വൈഫിൻ്റെ ആങ്ങളമാരോ ആരൊക്കെയോ കയറിയിട്ട് ഭീഷണിപ്പെടുത്തലും ബഹളമൊക്കെ ആയി മൊത്തത്തിൽ അയാളെ മാനസികമായിട്ട് അങ്ങ് ട്രാപ്പ് ചെയ്ത് അയാൾക്ക് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു. അവസാനം അയാൾ നാട്ടിലേക്ക് വന്നിട്ട് കാറിൻ്റെ അകത്ത് കുത്തിരുന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് ആൾ ആത്മഹത്യ ചെയ്തു. അതും ഒരു പ്യുവർ ചീറ്റിംഗ് ആണ്. ആ നടന്നിരിക്കുന്നതും പ്യുവർ ചീറ്റിംഗ്. അപ്പം ഞാൻ അതും കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ്. ബിക്കോസ് അതിൻ്റെ അകത്തും കുറേ കാര്യങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും ആ ഒരു പർട്ടിക്കുലർ വാർത്ത ന്യൂസ് ചാനൽസ് ഒന്നും ഏറ്റെടുത്തിട്ട് സംസാരിക്കുകയോ ആളുകളിലേക്ക് എത്തിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആകെ ഞാനും സീക്രട്ട് ഏജൻറ്റ് മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ചിട്ട് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വേറൊരു ചാനലും അതിനെക്കുറിച്ച് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരിക്കലും ആണ് പെണ്ണെന്ന് പറഞ്ഞിട്ട് വേർതിരിച്ച് കാണാനൊന്നും താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒരേ വാല്യൂ കൊടുത്തിട്ട് കാണാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്കൊരു ആപത്ത് വരുന്ന സമയത്ത് മാത്രമാണ് കൂടുതലും ആളുകൾ സംസാരിക്കുകയും അല്ലെങ്കിൽ വാർത്താ ചാനലുകാർ കൂടുതൽ താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതേ ഒരു സാഹചര്യം ആൺകുട്ടിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 1-2 ചാനലൊന്ന് മിണ്ടിയിട്ട് ആ സൈഡ് വഴി പോയി കഴിഞ്ഞാൽ ആയി, അത്രേ ഉള്ളൂ. അതെന്താണത് അങ്ങനെ? അപ്പോൾ ഏതായാലും പോട്ടെ. അപ്പോൾ ഈ മിഥുവിൻ്റെ കാര്യം ഇതുവരെ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. നമുക്കത് അങ്ങനെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് അതിൻ്റെ വഴിക്ക് നടന്നിട്ട് നീതിയും പരിപാടികളൊക്കെ കുടുംബത്തിൽ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യം മുമ്പ് ചെയ്തു വെച്ച സംഭവം തന്നെയാണ്. അത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് കാണണം, ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവാതിരിക്കില്ല. ദയവ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. പണ്ട് ചെയ്തൊരു വീഡിയോ ആണ് ബൈജു രാജു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അത് നിങ്ങളൊന്ന് കാണുക. അത് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് ഞാനിവിടെ ഉൾപ്പെടുത്താം. ഓക്കെ, ടേക്ക് കെയർ. ബൈജു രാജു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ എടുത്തത്. ഇപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആൾ ജീവനോടെ ഇല്ല.
പുള്ളി ആ വീഡിയോൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തേക്കും എന്നുള്ളൊരു സംഭവം. ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ കണ്ടിട്ട് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആണ് തോന്നിയത്. അതായത് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു വൃത്തികെട്ട അവസ്ഥ വരിക, അല്ലെങ്കിൽ ഹോപ്പ് ഇല്ലാത്തൊരു അവസ്ഥ വരിക എന്ന് പറയുന്ന ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു വികാരമാണ് അയാൾ കൃത്യമായിട്ട് ആ വീഡിയോൻ്റെ അകത്ത് പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായിരുന്നു അയാളുടെ ആത്മഹത്യയുടെ ഒരു റീസൺ എന്ന് പറയുന്നത്? ഭാര്യയുടെ അവിഹിതം മാത്രമല്ല, ഭാര്യ വീട്ടുകാർ പുള്ളിയുടെ നിന്ന് കുറേ പൈസയൊക്കെ പറ്റിച്ചു എന്നുള്ള തരത്തിലൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ വലിയ വലിയ വാർത്താ ചാനലുകളൊക്കെ എടുത്ത് വാർത്തയൊക്കെ ആക്കുന്നുണ്ട് അല്ലേ? യൂട്യൂബിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ക്ലിപ്പുകൾ ഷെയറായി പോകുന്നുണ്ട് ആൾക്കാരിലേക്ക്. ആ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ എത്തുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് വാർത്തയിലൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നുമില്ല. യൂട്യൂബിൻ്റെ അകത്താണെങ്കിലും ഇതിനെക്കുറിച്ചിട്ടൊന്നും ആരും കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. അത് പറഞ്ഞു എന്ന് മാത്രമേ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ബൈജു വിഷയത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല പറയാൻ വേണ്ടി പോകുന്നത്. ചില കാര്യങ്ങൾ വളരെ ജനറലായിട്ടും കൂടി സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതായത് ഇപ്പോൾ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു തരത്തിലുള്ളൊരു കണക്ഷൻ കിട്ടുന്നില്ല, ഒരു തരത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് തമ്മി ഇരുന്ന് സംസാരിക്കുക. ആ സംസാരിക്കാനുള്ളൊരു മനസ്സ് കപ്പിൾസിന് വേണം. സംസാരിച്ചതിന് ശേഷവും യാതൊരു തരത്തിലും നടക്കണില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അഡ്ജസ്റ്റ് ചെയ്ത് പണ്ടാറടങ്ങി കടിച്ചു പിടിച്ച് മുമ്പോട്ട് പോകണമോ, അതോ എഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്ത് ഡിവോഴ്സ് ചെയ്യണമോ? പറയൂ. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്നൊരു സംഭവം എന്തോ വലിയ മാരകമായിട്ടുള്ളൊരു തെറ്റാണെന്നും എന്തോ വലിയ കുടുംബാവമാണെന്നും എന്നുള്ള രീതിയിലൊക്കെയാണ് ആക്ച്വലി കാണുന്നത്. സൊസൈറ്റി എന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് എത്ര തൊലഞ്ഞ ഉമ്മിയ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും കടിച്ചു തൂങ്ങി പണ്ടാറടങ്ങി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ റിയാലിറ്റി തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ വേണ്ടി പറ്റുമോ? ഇതിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടല്ല, പൊതുവെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആക്ച്വലി വരുന്നുണ്ട്. പല ആൾക്കാരും പലതരത്തിലുള്ള കാര്യങ്ങളാണ് ആ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ. അതിനെക്കുറിച്ചിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കേണ്ടി വരും. അതൊരു വലിയൊരു കഥാപ്രസംഗമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു സംഭവം എന്താണ്? ന്യൂസ് ചാനലിലൂടെയൊക്കെ ഭർത്താക്കന്മാർ കാരണം ഭാര്യമാർ നേരിടേണ്ടി വരുന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ട് അറിയാം. യെസ്, സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. സൊസൈറ്റിക്കകത്ത് ഒരുപാട് സ്ത്രീകൾക്ക് പുരുഷന്മാർ കാരണം ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭർത്താക്കന്മാർ കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ ആക്ച്വലി ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല ഈ സൊസൈറ്റിക്കകത്ത് നടക്കുന്നത്, അതിൻ്റെ നേരെ തിരിച്ചും ഇവിടെ നടക്കുന്നുണ്ട്. ഭാര്യമാർ കാരണം ഭർത്താക്കന്മാർ മാനസികമായിട്ടുള്ള പീഡനം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പണ്ടാറടങ്ങി ജീവിക്കുന്ന ആൾക്കാരും ആക്ച്വലി ഉണ്ട് എന്നുള്ള റിയാലിറ്റിയും എല്ലാവരും മനസ്സിലാക്കണം. അതിനും കൂടി ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചില കേസുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ഭയങ്കര പാവമായിരിക്കും. അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓഫീസിൽ പോകുന്നു, വീട്ടിൽ വരുന്നു, കുട്ടികളുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു, ഭാര്യനെയും വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, ഭാര്യമാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവരുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. പക്ഷെ എന്നാലും ചില ഭാര്യമാർക്ക് വിഷയമായിരിക്കും. ചില ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറത്തായിരിക്കാം തട്ടിക്കയറുന്നത്. ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ വേറെ വല്ല ഫാമിലി ഇടപെടലുകൾ കാര്യങ്ങളുടെയൊക്കെ പുറത്ത് ഈ പറഞ്ഞ ഭർത്താക്കന്മാരുടെ മെക്കെട്ട് കയറാൻ വേണ്ടി നിൽക്കുക. പല പല റീസണിങ്ങിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും കേട്ടോ മെക്കെട്ട് കയറും. അപ്പോൾ ഈ ഒരു മാനസിക പീഡനം സഹിക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാരൊക്കെ ആക്ച്വലി ഉണ്ട്. ചില ഭർത്താക്കന്മാരൊന്നും റിയാക്ട് ചെയ്യത്തില്ല, മിണ്ടാതെ ഇങ്ങനെ പാവങ്ങളെ പോലെ ഇങ്ങനെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡിവോഴ്സും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ പോകാൻ നാളെ ശരിയാവുമായിരിക്കും, മറ്റന്നാൾ ശരിയാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. ചിലരൊന്നും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാർ ജീവിതം വെറുതെ ഡിപ്രസ്ഡ് ആയിട്ട് പണ്ടാറടങ്ങിയിട്ടൊക്കെ ജീവിക്കുകയായിരിക്കും. ചില കേസുകളിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല എന്ന് മാത്രം. ഹാപ്പൻ ചെയ്യുന്നുണ്ടാവും. പല അത്തരത്തിലുള്ള ഹാപ്പൻ ചെയ്തുകൂടാന്ന് വല്ല നിർബന്ധമൊക്കെ ഉണ്ടോ? ഉണ്ട്. പിന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ അധികം ആണുങ്ങളാണെങ്കിലും പബ്ലിക്കിലേക്ക് വരാത്തത് കൊണ്ടും, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള വാർത്തകളാവാത്തത് കൊണ്ടും അധികം സൊസൈറ്റിയിൽ വലിയ ബൾജ് ചെയ്ത് നിൽക്കുന്നില്ല എന്ന് മാത്രമുള്ളതാണ് റിയാലിറ്റി. ഇപ്പം
എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, സ്ത്രീയുടെ പ്രശ്നം പുരുഷന്മാരുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാൻ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല. രണ്ടുപേരും ഹ്യൂമൻ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പക്ഷേ സംസാരിച്ചിരിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അപ്പം നമ്മൾ വാർത്താ ചാനലിലൂടെ അറിയുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ബൈജു രാജുവിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പബ്ലിക്കിലേക്ക് ഇട്ടതുകൊണ്ട് മാത്രം പുള്ളിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നുള്ളൊരു സംഭവം നമുക്കറിയാൻ കഴിഞ്ഞു. അതർവൈസ് നമ്മൾ ഈ ഇങ്ങനൊരു വിഷയം ഉണ്ടായതിനെ കുറിച്ചിട്ട് എങ്ങനെ അറിയും? വാർത്താ ചാനലുകാർ ഇത് പൊക്കിക്കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പബ്ലിക്കിൽ ആരെങ്കിലും സംസാരിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് യാതൊരു ഉറപ്പും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി, അല്ലേ? ഇപ്പോൾ ബൈജു രാജുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തതിനോടൊന്നും നമുക്ക് വലിയ യോജിപ്പില്ല, എൻകറേജ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ ഇനിയും ജീവിക്കണമായിരുന്നു അവനവന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്കത് ഇവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥ ആ സമയത്ത് എന്തായിരുന്നുള്ളത് പുള്ളിക്കാരനെ അറിയുള്ളൂ. പുള്ളിക്കാരൻ ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് പുള്ളിക്കാരന് മാത്രമേ അറിയുള്ളൂ. പുള്ളിക്കാരൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുള്ളത് പുള്ളിക്കാരന് മാത്രമേ അറിയുള്ളൂ. പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടവർത്തോളം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പുള്ളിക്കാരൻ മാനസികമായിട്ട് കംപ്ലീറ്റ്ലി ഔട്ടായി, മൊത്തമായിട്ട് പോയി. ആ മറ്റേ കുട്ടികളുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരൻ ആ ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പുള്ളി ഒരു ലോൺലി ആയിട്ടുള്ളൊരു അവസ്ഥ, ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊരു വൃത്തികെട്ട അവസ്ഥയാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് മാനസികമായിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല മാനസികമായിട്ട്. പുള്ളിക്കാരന് ചിലപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെ വളർന്ന ഒരു മനക്കട്ടിയില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം ആത്മഹത്യയിലേക്കൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് നിന്നത്. ഇതിവിടെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, ആ പെൺകുട്ടീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായ? സീരിയസ്ലി ഞാൻ അത്ര പ്രോഗ്രസീവായിട്ടുള്ള, ഞാൻ പ്രോഗ്രഷനൊക്കെ പറയും, ഞാൻ പ്രോഗ്രഷൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം പ്രോഗ്രസീവാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എനിക്ക് ആ പെണ്ണിനെ 100% ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തതിനോട് എനിക്ക് എതിർപ്പുണ്ട്. പക്ഷേ അയാളെ ബ്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടെന്നുള്ള തരത്തിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ ചില ആണുങ്ങളായിക്കോട്ടെ, ചില പെണ്ണുങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യമാരായിക്കോട്ടെ, ഭാര്യയ്ക്ക് റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഭാര്യ അറിയുവാണ് ഭർത്താവിന് വേറെ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹെൽത്തി ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. നോർമലായിട്ട് കണ്ടിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്. അവരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തൊന്നുമില്ല. പക്ഷേ അങ്ങനെ എല്ലാ ആൾക്കാരും ഇതിനെ നോർമലായിട്ട് കണ്ടിട്ട് ജീവിച്ചോളണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ ഒരു അറ്റാച്ച്മെന്റിൽ വിശ്വസിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ ഒരു കമ്മിറ്റ്മെന്റിൽ വിശ്വസിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ മാനസികമായിട്ട് ഭയങ്കര അടുപ്പവും സിൻസിയാരിറ്റിയും ജെനുവിനിറ്റിയും ഒക്കെ കാണിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരെ ചീറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, അത് ആണിനെ ആയിക്കോട്ടെ പെണ്ണിനെ ആയിക്കോട്ടെ, അവരെ ചീറ്റ് ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് അത് വിഷമിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. അയാൾ സ്വയം അയാളുടെ ജീവൻ കളഞ്ഞു കേട്ടോ, അതാണ് അയാളുടെ ജീവൻ കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പുരോഗമനം പറയും, അതിനെന്താ കുഴപ്പം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ എന്താണ് ഇത്ര വലിയ കുറ്റം പറയാനുള്ളത്, ഫോറിൻ രാജ്യത്തൊക്കെ അത് വളരെ നോർമലാണ്, അത് ഇവിടെയും അങ്ങനെ വരണം ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞ് അടിച്ച് വിടും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോറിനിൽ അവർ ചെറുപ്പം തൊട്ടേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെയാണ് വളരുന്നത്. അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു രീതികളും പരിപാടികളൊക്കെ അവരതിൽ ഓക്കെയാണ്, സെറ്റാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അവിടെയും റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി അവിടെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ അധികം ആൾക്കാർ സീരിയസ് ആയി കാണാറൊന്നുമില്ല. കാരണം അവരതിൽ ശീലമാണ്, അവർക്കതിൽ ഓക്കെയാണ്, അത് അവരുടെ രീതികളാണത്, ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആളുകൾ ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യവും മനസ്സിലാക്കി വരുന്ന സാഹചര്യവും രീതികളും എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്നുള്ളത് അറിയുമ്പോൾ, അത് ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ ഉണ്ടെന്ന് അറിയണ സമയത്ത് അത് എല്ലാ ആൾക്കാർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണം നിർബന്ധമില്ല, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. സീരിയസ്ലി അല്ല, ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ എന്തിന് കടിച്ചു തൂങ്ങി മൂഞ്ചി നിൽക്കണേ? ആരുടെ ഒപ്പം ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം പണ്ടാറടങ്ങിപ്പോയി ജീവിക്കണം. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരുടെ ഒപ്പം പോയി പണ്ടാറടങ്ങണം.
അല്ലാണ്ട് കൂടെ നിൽക്കുന്ന ആണിനെ ആയിക്കോട്ടെ പെണ്ണിനെ ആയിക്കോട്ടെ മൂഞ്ചിപ്പിച്ച് പണ്ടാരടക്കി തൂറ്റിപ്പിച്ചിട്ടായിരിക്കരുത് വേറൊരുത്തൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ഒരുത്തിയുടെ ഒപ്പോ ഒലത്താൻ വേണ്ടി പോകേണ്ടത്. ചീറ്റ് ചെയ്തുകൊണ്ടാവരുത്. ഇവിടെ ഒന്നിനും ഒരു വൃത്തിയില്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു വൃത്തിയില്ല, ഒരു മെനയില്ല. അതാണ് സത്യം. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് തീട്ടക്കണ്ടിയായിട്ടാണല്ലേ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നേ. സംഭവം താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുടെ ഒപ്പം പോയി ജീവിക്കണമെന്നേ. ഒരാളുടെ ജീവിതം മൂമ്പിച്ചോണ്ടായിരിക്കരുത്, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചോണ്ടോ അല്ലെങ്കിൽ ഒരാളെ മൊത്തത്തിൽ നശിപ്പിച്ച് നാറാണക്കല്ല് പെറുക്കിപ്പിച്ച് ഫൈനാൻഷ്യലിയും പറ്റിച്ച് എല്ലാവരെയും പറ്റിച്ച് വണ്ടാറടക്കിയിട്ട് ആയിരിക്കരുത് ഒരാളുടെ ഒപ്പം ഒരാണിൻ്റെ ഒപ്പം ഒരു പെണ്ണിൻ്റെ ഒപ്പം തൊലിക്കാൻ വേണ്ടി പോകേണ്ടത്. അത് എന്തൊക്കെ പ്രോഗ്രഷൻ പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ എംപതി സിമ്പതി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട്. അതിന് വാല്യൂ ഇല്ലാത്ത രീതിയിൽ പ്രോഗ്രഷനും പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മോനെ ഞാൻ പറഞ്ഞ് ടാക്കിൾ ചെയ്ത് കളയും, സീരിയസ്ലി. കാരണം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകൾ ഞാൻ ഫേസ്ബുക്കിൻ്റെ അകത്ത് ആക്ച്വലി കണ്ടായിരുന്നു. ആ പെണ്ണ് ഇതിൽ എന്താ തെറ്റ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഈസ് നോർമൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമൻറ്റ് ഇട്ടവന് ചിലപ്പോൾ അത്തരത്തിലുള്ള ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആവില്ലായിരിക്കാം. പക്ഷെ എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഭാവിയിൽ ആവണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ഒരുമാതിരി ചെറ്റപ്പണിയാണ്. അത് കാണിക്കാൻ വേണ്ടി പാടില്ല. മനസ്സിലായില്ലേ? ഇത്ര ഞാൻ പറയുള്ളൂ. അല്ല, ഞാൻ ഇപ്പോഴും ഞാൻ ഹെൽത്തി ആയിട്ട് പറയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഭാര്യയും ഭർത്താക്കന്മാർ ഇരിക്കണു, അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് വലിയ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് വേറൊരു ചെക്കനായിട്ടോ അല്ലെങ്കിൽ ഭർത്താവിന് വേറൊരു പെണ്ണിനായിട്ടോ ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അവിടെ പ്രശ്നങ്ങളോ ആർക്കും ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ ആർക്കും ഒരു മാനസികമായിട്ടോ ഫിസിക്കലായിട്ടോ ഒരു പ്രയാസങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഓക്കെ, അത് അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ല. അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല, കാരണം അത് ആർക്കും ഉപദ്രവമൊന്നുമില്ലല്ലോ. പക്ഷേ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഒരാളെ പറ്റിക്കുക, കല്യാണം കഴിഞ്ഞ് ലോക്കാക്കിയിട്ട് ഒരാളെ പറ്റിച്ച് ഊമ്പിച്ച് താഴെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് ഒരാളുടെ ജീവനില്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഒരാളെ ഒരുമാതിരി പറയണില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ താല്പര്യമുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കെട്ടാൻ വേണ്ടി പോണ ചെക്കനോടോ അല്ലെങ്കിൽ പെണ്ണിനോടോ ഒക്കെ നേരത്തെ പറഞ്ഞു വയ്ക്കുക, എനിക്ക് ഓൾറെഡി ഒരു കാമുകി വേറെ ഉണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഒപ്പം പോകും, അല്ലെങ്കിൽ കാമുകനോടൊപ്പം ഞാൻ ചിലപ്പോൾ പോയി എന്നൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഞാൻ അങ്ങനെ ഒരുത്തനാണ് എന്നുള്ളൊരു സംഭവം പറഞ്ഞതിന് ശേഷം കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനൊരു അന്തസ്സെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് അതൊന്നും പറയാണ്ട് ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇമ്മാരത്തെ തൊലിഞ്ഞ പരിപാടിക്കൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നുള്ളൊരു സംഭവമൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യം ഹ്യൂമൻലി ആയിട്ടുള്ള രീതിയിൽ ആ പരിപാടികളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ കെട്ടാതിരിക്കുക. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുമായിട്ട് മുമ്പോട്ട് പോകാനാണെങ്കിൽ ഇത്ര കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ, പൂശി അങ്ങോട്ട് നടന്നാൽ പോരെ. അല്ലെങ്കിൽ താല്പര്യമുള്ള 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുടെ ഒപ്പം മാത്രം അങ്ങോട്ട് കെട്ടുക. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ പറ്റുന്നില്ല, പ്രശ്നമാണ്, ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു തരത്തിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും നടക്കണില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞങ്ങ് പിരിയെന്ന്. തല്ലാനും കൊല്ലാനും ഉപദ്രവിക്കാനും അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാനൊന്നും നിൽക്കണ്ട ആരും. അതാണ് ഞാൻ പറയണത്. അങ്ങോട്ട് ആത്മഹത്യ ചെയ്യാനും നിൽക്കണ്ട, കൊല്ലാനും തല്ലാനും ഒന്നിനും നിൽക്കണ്ട. പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പറയുക, തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൊലിക്ക് വാ തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ചെക്കനാണെങ്കിൽ പറ്റാത്തതുണ്ടെങ്കിൽ ചെക്കൻ പറയുക, പെണ്ണിനാണ് പറ്റാത്ത പെണ്ണിന് വേറെ വല്ലവൻ്റെ ഒപ്പം പോകണം, അല്ലെങ്കിൽ ചെക്കന് വേറെ വല്ലവരുടെ ഒപ്പം പോകണം എന്നെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് പറയുക. നശിപ്പിക്കണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ നശിപ്പിക്കണ്ടല്ലോ. ഓപ്പണായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഏത് കക്കൂസിൽ കഴുകണ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ ഒപ്പിട്ട് അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെയല്ലേ? അല്ല, ഭയങ്കര ചൂടത്താണ് ഞാൻ ഇതിനകത്ത് ഇരുന്നിട്ട് സംസാരിക്കണേ. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബേസ്റ്റ് ഔട്ട് ആയിട്ട് സംസാരിക്കണം. ഒന്നും വിചാരിക്കണ്ട, കാരണം പട്ടി കുരയ്ക്കണോണ്ട് ഒരുപാട് റീടേക്സ് ആക്ച്വലി പോയി. സോ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. സോ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഡിവോഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ തന്നിരിക്കുന്നത് വെറുതെ ഊഞ്ഞാലിൽ ആടിക്കളിക്കാൻ വേണ്ടിയിട്ടല്ല, ചെയ്യാനുള്ളതാണ്. സൊസൈറ്റി തൊലി തീട്ട കണ്ടീന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ജീവിതം പോവും, ബാക്കിയുള്ളവരുടെ ജീവിതം പോവും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് അവനവന് യാതൊരു ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോണില്ല. സോ ഇത്രേ പറയാനുള്ളൂ. ഒപ്പിട്ട് പണ്ടാറടങ്ങുക, എന്നിട്ട് അവനവന് താല്പര്യമുള്ള രീതിയിൽ ജീവിക്കുക, ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ. ഫോറിൻ കണ്ട് അത് വലിയ വർത്താനമോ, നീ വർത്താനമൊക്കെ പറയണ്ടല്ലോ പ്രോഗ്രഷൻ്റെ ആൾക്കാർ. പുറം രാജ്യങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കാർ ഓൾറെഡി ഇതൊക്കെ സെറ്റായി വന്നുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥ അതിനോട് സെറ്റായിരിക്കും, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ അത് പ്രശ്നമായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം പെട്ടെന്ന് ഹാപ്പൻ ചെയ്യും.
മനസ്സിലായോ? അവിടെ അങ്ങനെ നിർത്തി മൂഞ്ചിപ്പിച്ച് മാനസികമായിട്ട് നശിപ്പിച്ച ഒരാളെ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും ഒരു പരിധി വരെ എത്തിക്കൂല. ഞാൻ പറഞ്ഞത് അവിടെ അങ്ങനെ ഒന്നും നടക്കണില്ല എന്നല്ല പറയുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവിടത്തേനെക്കാട്ടിലും അവിടെ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഡിഫറൻറ്റാണ്. കുറച്ചും കൂടിയും അവിടെ ഭേദമാണ് ഈ വക കാര്യങ്ങളിലെല്ലാം. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതായത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ ഹസ്ബൻഡിനോ വൈഫിനോ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്നുള്ളൊരു സംഭവം നിങ്ങൾ അറിഞ്ഞാൽ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു കരിയർ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, ഭാവിയിലൊരു ജീവിതം ഉണ്ടെന്നുള്ളൊരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അഥവാ കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഡിവോഴ്സ് വാങ്ങിയിട്ട് വിടുക, സ്ഥലം വിടുക, അത്രയേ ഉള്ളൂ. പറയാൻ എളുപ്പമാണെന്നുള്ള കാര്യം അറിയാം, പക്ഷേ ഇത് പ്രാക്ടിക്കലി ചിന്തിച്ചിട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ അവരെ തല്ലാനോ കൊല്ലാനോ ഉപദ്രവിക്കാനോ ആസിഡ് ഒഴിക്കാനോ അല്ലെങ്കിൽ തീ കൊളുത്തി കൊല്ലാനോ ഒന്നിനും നിൽക്കരുത്. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. കാരണം കേസായി കഴിഞ്ഞാൽ അവനെ തന്നെ അകത്ത് പോയിട്ട് ഉണ്ട ഒഴുകേണ്ടി വരും. മനസ്സിലായില്ല? അതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും.